ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച ഒമാനിൽ പുരോഗമിക്കവേ ഇറാനിലുള്ള തങ്ങളുടെ പൗരന്മാരുടെ എത്രയും വേഗം രാജ്യം വിടാൻ അമേരിക്ക അടിയന്തര നിർദ്ദേശം നൽകി. US എംബസി പുറപ്പെടുവിപ്പിച്ച ഈ പ്രത്യേക അറിയിപ്പിൽ അമേരിക്കൻ പൗരന്മാരോട് US ഗവൺമെന്റിന്റെ സഹായമില്ലാതെ രാജ്യം വിടാനുള്ള പദ്ധതി തയ്യാറാക്കാൻ പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിലുടനീളം നിലനിൽക്കുന്ന അശാന്തിയും യാത്രാ തടസ്സങ്ങളും കണക്കിലെടുത്താണ് ഈ അതീവ ജാഗ്രതാ നിർദ്ദേശം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അതിവേഗം വഷളാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മുന്നറിയിപ്പ്. കൂടാതെ ഇറാൻ വെള്ളിയാഴ്ച രാവിലെ തങ്ങളുടെ മിസൈലുകളെ പ്രദർശിപ്പിക്കുകയും ചെയ്തു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. വിമാന സർവീസുകൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കാൻ സാധ്യതയുള്ളതിനാൽ പൗരന്മാർ വിമാന കമ്പനികളുമായി നേരിട്ട് ബന്ധപ്പെടണമെന്ന് US ഉപദേശിക്കുന്നു. ഇന്റർനെറ്റ് സേവനങ്ങൾ തുടർച്ചയായി തടസ്സപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ബദൽ വാർത്താവിനിമയ മാർഗങ്ങൾ കണ്ടെത്തണമെന്നും സുരക്ഷിതമാണെങ്കിൽ കരമാർഗം അർമേനിയയിലേക്കോ തുർക്കിയിലേക്കോ മാറുന്നത് പരിഗണിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നിലവിൽ പുറത്തുപോകാൻ കഴിയാത്തവർ ഭക്ഷണവും വെള്ളവും മരുന്നുകളും ഉൾപ്പെടെയുള്ള അത്യാവശ്യ വസ്തുക്കൾ ശേഖരിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിൽ കഴിയാനും പ്രകടനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും എംബസി അറിയിച്ചു. അമേരിക്കൻ പാസ്പോർട്ട് കാണിക്കുന്നതോ അമേരിക്കയുമായുള്ള ബന്ധം വെളിപ്പെടുത്തുന്നതോ ഇറാനിൽ ചോദ്യം ചെയ്യലിനും അറസ്റ്റിനും കാരണമായേക്കാമെന്നതിനാൽ വലിയ സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് എംബസി മുന്നറിയിപ്പ് നൽകുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ആക്രമണ ഭീഷണി മുഴക്കിയതിനെ തുടർന്നാണ് മേഖലയിൽ സംഘർഷം പുതിയ തലത്തിലെത്തിയത്. 2025 ഡിസംബർ അവസാനം മുതൽ ഇറാനിൽ നടന്ന പ്രതിഷേധത്തെ ഭരണകൂടം അടിച്ചമർത്തിയതിനെ തുടർന്നാണ് ട്രംപ് ഇറാനെതിരെ ഭീഷണി മുഴക്കിയത്. ഇതിന്റെ ഭാഗമായി വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള വമ്പൻ കപ്പൽപ്പടയെ ജനുവരി അവസാനം മുതൽ അമേരിക്ക ഗൾഫ് മേഖലയിൽ വിന്യസിച്ചിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇറാൻ അവരുടെ മിസൈൽ പ്രദർശിപ്പിച്ചതും. അതും അവരുടെ വജ്രായുധമായ ഖുറാം ഷഹർ മിസൈലാണ്. ഇറാന്റെ ആയുധ ശ്രേണിയിൽ ഈ മിസൈൽ ഉണ്ട് എന്നതിന് തെളിവാണ് ഈ മിസൈൽ പ്രദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ ഖുറാം ഷഹർ 4 മിസൈലിന് 2000 കിലോമീറ്റർ ദൂരപരിധിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 1500 കിലോയോളം സ്ഫോടന സാമഗ്രികൾ വഹിക്കാനുള്ള ശേഷിയുണ്ട് ഇതിന്. 1980കളിൽ ഇറാൻ ഇറാഖ് യുദ്ധം നടന്നപ്പോൾ കനത്ത പോരാട്ടത്തിന് വേദിയായ ഖുറാം ഷഹർ നഗരത്തോടുള്ള ആദരക സൂചകമായാണ് മിസൈലിന് ഈ പേരിട്ടത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2017 ഈ മിസൈൽ അവതരിപ്പിച്ചത്. 2019 ഇത് പരിഷ്കരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. വടക്കൻ കൊറിയയിൽ നിന്ന് മുൻപ് ഇറാൻ വാങ്ങിയ HS-10 BM-25 മിസൈലിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിന്റെ നിർമ്മാണമെന്ന് റിപ്പോർട്ടുകളുണ്ട്. വർഷങ്ങളായി ഇറാൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മിസൈലുകളിൽ പ്രധാനപ്പെട്ടതാണിത്. സ്ഫോടന സാമഗ്രികളുമായി ഇറാനിൽ നിന്ന് വിക്ഷേപിക്കപ്പെടുന്ന ഖുറാം ഷഹർ 4 ഇസ്രയേലിന്റെ ആകാശത്ത് ഏതാണ്ട് 7 കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് നിരവധി ഭാഗങ്ങളായി ചിതറും. ഇവ 16 കിലോമീറ്റർ വരെ ചുറ്റളവിലേക്ക് പൊടുന്നനെ വ്യാപിക്കും. ഇവയിൽ ഓരോന്നിനും കിലോ കണക്കിന് ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരിക്കും. പലതായി ചിതറുന്നതിനാൽ ഇവയെ പ്രതിരോധിക്കുക പ്രയാസമാണ്. അയൺ ഡോം പ്രതിരോധത്തെ മറികടക്കാൻ ഇവയ്ക്ക് കഴിയുന്നതും ഇതുകൊണ്ടാണ്. 1980കളിലെ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ കനത്ത പോരാട്ടത്തിന് വേദിയായ ഇറാൻ നഗരത്തിന്റെ പേരാണ് മിസൈലിന് നൽകിയിരിക്കുന്നത്. ഖൈബർ എന്ന പേരിലും ഈ മിസൈൽ അറിയപ്പെടുന്നു. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ US ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് ഇസ്രയേലിനെതിരെ ആക്രമണത്തിൽ ഇറാൻ ഖുറാം ഷഹർ ഉപയോഗിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു. ഇത് അമേരിക്കയിലെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ പ്രാപ്തമാണെന്ന് തെളിയിക്കുക കൂടിയാണ് ഈ റിപ്പോർട്ടുകൾ. അതിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി വളരെ ആശങ്കപ്പെടേണ്ടതുണ്ട് എന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് തന്റെ കർക്കശമായ നിലപാട് വ്യക്തമാക്കിയത്. ചർച്ചകളിൽ അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. USഉം ഇറാനും തമ്മിൽ ആഴ്ചകളോളം നീണ്ടുനിന്ന വാക്പോരുകൾക്ക് ശേഷമാണ് നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള നീക്കം നടക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു കരാറിലെത്താൻ തയ്യാറായില്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ സംഭവിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനിലേക്ക് US കപ്പൽ വ്യൂഹത്തെ മറ്റ് സൈനിക സന്നാഹങ്ങളെ അയച്ചുകൊണ്ട് ഈ ഭീഷണിക്ക് US ശക്തി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.